അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 12 ചൊവ്വാഴ്ച. മുഖ്യമന്ത്രിയെ കാത്തുകാത്ത് ക്ഷമകെട്ട് കേരളം. തെരഞ്ഞെടുപ്പ് ഫലമറിഞ്ഞ് 8 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സാധിക്കാത്ത ഹൈക്കമാൻഡിന്റെ പിടിപ്പുകീഴിൽ നാണം കെട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് അണികൾ. പ്രതിഷേധം പരസ്യമാക്കാനാകാതെ സഹികെട്ട് UDF ഘടക കക്ഷികളും. എന്നാൽ കോൺഗ്രസിലെ തർക്കത്തിൽ പുതുജീവൻ കിട്ടിയത് 35 സീറ്റ് മാത്രം ലഭിച്ച LDF-നാണ്. എന്നിട്ടും 2021 തിരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിന് തന്റെ നിലപാടുകളിലൂടെ മികച്ച വിജയം നേടിക്കൊടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന വാശിയിൽ സീനിയോറിറ്റിയുടെ പേര് പറഞ്ഞ് രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിന്റെ ഭാഗമായി KC വേണുഗോപാലും ഉറച്ചു നിൽക്കുകയാണ്. സർക്കാർ രൂപവൽക്കരണം വൈകുന്നത് കേരളത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കപ്പുറമുള്ള ഭരണ നടപടികൾ അവതാളത്തിലാക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. സർക്കാർ അധികാരമേൽക്കാത്തതിനാൽ വകുപ്പ് സെക്രട്ടറിമാരും കാര്യമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ പാഠപുസ്തക വിതരണത്തിന്റെ കാര്യത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നതും ആശങ്കയുളവാക്കുന്നു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള തുടർ ചർച്ചകളുടെ ഭാഗമായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, K സുധാകരൻ, K മുരളീധരൻ, VM സുധീരൻ തുടങ്ങിയ മുൻ KPCC അധ്യക്ഷന്മാരെയാണ് ചർച്ചയ്ക്കായി ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്. വർക്കിംഗ് പ്രസിഡന്റുമാരുമായും ചർച്ച നടത്തും. ഘടകകക്ഷി നേതാക്കളുമായി വീണ്ടും സംസാരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ആരാകും കേരളത്തിലെ മുഖ്യമന്ത്രിയെന്ന് 48 മണിക്കൂറിനകം പ്രഖ്യാപനമെന്ന് K മുരളീധരൻ. ദീപാദാസ് മുൻഷി വിളിച്ചെന്നും ദില്ലിയിലെത്തണമെന്ന നേതൃത്വം ആവശ്യപ്പെട്ടതായും മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചയ്ക്കായിരിക്കാമെന്നും ഉടൻ തീരുമാനമുണ്ടാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനുള്ള പിന്തുണയിൽ കോൺഗ്രസ് MLA-മാർക്ക് നേരെ പരസ്യ പ്രതിഷേധവുമായി പ്രവർത്തകർ. നാദാപുരം MLA KA അഭിജിത്തിനെ പ്രതിഷേധമറിയിച്ച പ്രവർത്തകർ. നാദാപുരത്തെ സ്വകാര്യ പരിപാടിയിലാണ് എതിർപ്പറിയിച്ചത്. അതേസമയം പ്രതിഷേധമുണ്ടായിട്ടില്ലെന്ന് അഭിജിത്ത് അറിയിച്ചു. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് അനിശ്ചിതമായി നീളുന്നതിൽ പരസ്യ വിമർശനവുമായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ P അബ്ദുൽ ഹമീദ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വൈകുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശോഭ കെടുത്തിയെന്നും അണികൾക്കെല്ലാം വലിയ നിരാശയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KC വേണുഗോപാൽ കേരളത്തിൽ വേണമെന്ന് കേരള BJP-യും ഡൽഹിയിൽ വേണമെന്ന് BJP ദേശീയ നേതൃത്വവും ആഗ്രഹിക്കുന്നു എന്ന എക്സ് പോസ്റ്റ് പങ്കുവച്ച് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ പരിഹാസ പോസ്റ്റ്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് എന്തുകൊണ്ട് വനിതകളെ പരിഗണിക്കുന്നില്ലെന്ന ചോദ്യവുമായി CPI നേതാവ് ആനി രാജ. രാഷ്ട്രീയത്തിൽ പരിചയസമ്പത്തുള്ള ഒട്ടേറെ സ്ത്രീകൾ വിജയിച്ചു വന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വെറും 2-3 പുരുഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ലെന്നും അത് കൂട്ടായതാണെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു. പിണറായി പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ചിരിയിൽ മറുപടിയൊതുക്കി. പുസ്തക വിവാദത്തിൽ പ്രതികരണവുമായി KV തോമസ്. പത്മജിയെ വേദനിപ്പിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവർ പുസ്തകം മുഴുവൻ വായിക്കണമെന്നും KV തോമസ് പറഞ്ഞു. പുസ്തകത്തിന്റെ ഒരു ഭാഗം മാത്രം വായിച്ച് വിമർശിക്കരുത്. പറഞ്ഞതെല്ലാം സത്യമാണ്. ഇത് ആദ്യമായല്ല പ്രസിദ്ധീകരിക്കുന്നത്. ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുള്ളതാണെന്നും തന്റെ ഡയറിയിലുള്ളതാണ് പുസ്തകത്തിലുമുള്ളതെന്നും KV തോമസ് പറഞ്ഞു. തുടർഭരണം നഷ്ടമായതിനെ തുടർന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറുന്നു. ബേക്കറി ജംഗ്ഷനിൽ RBIക്ക് സമീപത്താണ് വീട് വാടകയ്ക്കെടുത്തത്.
വടക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്നും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരുന്ന 14-15 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടി അപ്രതീക്ഷിതവും അതീവ ഗുരുതരവുമാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ വിലയിരുത്തി. മികച്ച പ്രവർത്തനം നടത്തിയിട്ടും നേരിട്ട പരാജയത്തിന്റെ കാരണങ്ങൾ ഗൌരവമായി പരിശോധിക്കുമെന്നും ബംഗാളിൽ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്താണ് ബിജെപി നേട്ടമുണ്ടാക്കിയതെന്നും എം.എ. ബേബി പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത ഇടത് വോട്ടുകളിൽ ചോർച്ചയുണ്ടായതായി സിപിഐ ദേശീയ കൌൺസിൽ. വോട്ട് ചോർച്ച ആശങ്കാജനകമാണെന്നാണ് വിലയിരുത്തൽ. കൂടാതെ തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ് തായ് വാഴ്ത്ത് അവസാനം ആലപിച്ചതിനെതിരെയും കൌൺസിലിൽ പ്രമേയം പാസാക്കി. നീറ്റ് യുജി പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതികൾ കേന്ദ്രത്തിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. യുവാക്കളോട് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളെ ദ്രോഹിക്കുകയാണ് മോദി സർക്കാരെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. യാത്രക്കാർക്ക് ടോൾ ബൂത്തുകളിൽ വാഹനം നിർത്താതെ യാത്ര തുടരാം. ദില്ലി എൻസിആറിലെ ആദ്യ ബാരിയർ ലെസ് ടോളിംഗ് സംവിധാനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. മുണ്ട്ക ബക്കർവാല ടോൾ പ്ലാസയിലാണ് ആദ്യ മൾട്ടി ലെയിൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനം നടപ്പിലായത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ശൈലിയുമായി മുഖ്യമന്ത്രി വിജയ്. മുതിർന്ന നേതാക്കളുടെ വീടുകളിൽ വിജയ് സന്ദർശനം നടത്തി. സ്റ്റാലിന് പിന്നാലെ വൈക്കോയെയും എസ് രാമദാസിനെയുമാണ് വീടുകളിലെത്തി കണ്ടത്. വൈക്കോയുടെ വീട്ടിൽ ഹൃദ്യമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. വീട്ടിലെ ജീവനക്കാരായ സ്ത്രീകൾ വിജയുടെ അടുത്തെത്തി വിസിലിനാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു. വിജയ് അവർക്ക് നന്ദി പറയുകയും ചെയ്തു. തമിഴ്നാട് നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ടിവികെയുടെ നിയുക്ത മന്ത്രി എസ് കീർത്തനയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാഞ്ഞത്. തമിഴ്നാട്ടിൽ ടിവികെ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ എഐഎഡിഎംകെയിൽ കനത്ത പിളർപ്പ്. 30 എംഎൽഎമാരുടെ പിന്തുണയോടെ എസ് പി വേലുമണിയെ ഒരു വിഭാഗം നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തപ്പോൾ 17 പേരുടെ പിന്തുണയുള്ള എടപ്പാടി പളനിസ്വാമി ജനറൽ സെക്രട്ടറി സ്ഥാനം നിലനിർത്താൻ പാടുപെടുകയാണ്. തമിഴ്നാട് നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തമിഴക വെട്രിക്കഴകം മുതിർന്ന നേതാവായ ജെസിഡി പ്രഭാകരനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. പരിചയസമ്പന്നനായ പ്രഭാകരനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ സഭാ നടപടികൾ സുഗമമാക്കാമെന്നാണ് വിജയുടെ നേതൃത്വത്തിലുള്ള ടിവിക്ക് ലക്ഷ്യമിടുന്നത്. തുറയൂർ എംഎൽഎ എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. ഗാർഹിക പീഡന കേസിലെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സുപ്രധാന നിരീക്ഷണം നടത്തി സുപ്രീംകോടതി. ഭാര്യയെ മൃഗത്തെ പോലെ പരിഗണിക്കരുതെന്നും സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നും ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, പി.ബി. വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വർഷത്തെ സിബിഎസ്ഇ +2 പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും. മെയ് 12 ചൊവ്വാഴ്ചയ്ക്കകം ഫലം പ്രസിദ്ധീകരിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. സിബിഎസ്ഇ +2 ഫലം ഉടൻ ഉണ്ടാകുമെന്ന് ഡിജി ലോക്കർ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ആഗോള ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും എണ്ണവില വർദ്ധിച്ചേക്കും. എണ്ണ കമ്പനികളുടെ നഷ്ടം 1 ലക്ഷം കോടി കടന്നതിനാൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപ വരെയും ഗാർഹിക എൽപിജിക്ക് 50 രൂപ വരെയും വില വർദ്ധിപ്പിക്കാൻ കേന്ദ്രം അനുമതി നൽകുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് നിലവിൽ എൽപിജി ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ 60 ദിവസത്തെ അസംസ്കൃത എണ്ണയും 60 ദിവസത്തെ പ്രകൃതിവാതകവും 45 ദിവസത്തെ എൽപിജിയും സ്റ്റോക്കുണ്ടെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു.
പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകിയത് ജാഗ്രതയ്ക്കുള്ള സന്ദേശം മാത്രമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹരിയാനയിൽ ഗുരുഗ്രാമിലെ സോഹ്ന റോഡ് എക്സ്പ്രസ് വേയുടെ നടുക്ക് വീണ്ടും വൻ ഗർത്തം. സുഭാഷ് ചൌക്കിന് സമീപമാണ് സോഹ്ന റോഡ് എക്സ്പ്രസ് വേയുടെ പ്രധാന ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഏകദേശം 15 അടിയോളം താഴ്ചയുള്ള ഗർത്തമാണ് രൂപപ്പെട്ടത്. ഡ്രെയിനേജ് സംവിധാനം കൃത്യമായി ആസൂത്രണം ചെയ്യാത്തതിനുള്ള വീഴ്ചയാണ് റോഡ് ഇടിഞ്ഞു താഴാൻ കാരണമെന്നാണ് നിഗമനം. പശ്ചിമബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് അഗർവാളിനെ സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. പശ്ചിമബംഗാൾ മുൻ മന്ത്രിയും ടിഎംസി നേതാവുമായ സുജിത് ബോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. മുനിസിപ്പാലിറ്റി റിക്രൂട്ട്മെന്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലാണ് നടപടി. ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും തിരിച്ചടിയായി ബിജെപിയിലേക്ക് കൂടുമാറ്റം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മന്നിന്റെ കസിൻ ഗ്യാൻ സിംഗ് മൻ ബിജെപിയിൽ ചേർന്നു. ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, പഞ്ചാബ് ബിജെപി അധ്യക്ഷൻ സുനിൽ ജാഖർ എന്നിവർ ചേർന്നാണ് ഗ്യാൻ സിംഗ് മന്നിനെ ബിജെപിയിലേക്ക് സ്വീകരിച്ചത്. യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികളെ ഫുജൈറ തുറമുഖം വഴി ഒഴിപ്പിക്കാൻ ഇന്ത്യയും യുഎഇയും തമ്മിൽ ധാരണയായെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക ചാനലുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഹാൻഡ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ക്രൂയിസ് കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരന് കൂടി രോഗം സ്ഥിരീകരിച്ചു. അമേരിക്കൻ പൌരനായ യാത്രക്കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാളെ കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച് അമേരിക്കയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയ ഗോൾഡ് കാർഡ് പ്രോഗ്രാമിനോട് താൽപര്യം കാട്ടാതെ സമ്പന്നരും ഇമിഗ്രേഷൻ അഭിഭാഷകരും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പ്രാബല്യത്തിൽ വന്ന വിസ പ്രോഗ്രാമിന്റെ ഭാവി സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതായി അഭിഭാഷകർ പറയുന്നു. മണ്ണിനടിയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം യുഎസ് സ്പേസ് ഫോഴ്സിന്റെ നിരീക്ഷണത്തിലാണെന്നും ആരെങ്കിലും അതിനടുത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അവരെ തകർക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മാധ്യമപ്രവർത്തക ഷെറിൽ അറ്റ്കിസണുമായുള്ള അഭിമുഖത്തിലാണ് ട്രംപ് ഈ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. ഐപിഎല്ലിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 33 പന്തിൽ 56 റൺസ് നേടിയ പ്രിയാൻഷ് ആര്യയുടെയും 36 പന്തിൽ 59 റൺസ് നേടിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും കരുത്തിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി 30 പന്തിൽ 56 റൺസെടുത്ത അക്സർ പട്ടേലിന്റെയും 28 പന്തിൽ 51 റൺസെടുത്ത ഡേവിഡ് മില്ലറുടെയും മികവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 1 ഓവർ ബാക്കി നിൽക്കെ വിജയലക്ഷ്യത്തിലെത്തി. സീസണിലെ ആദ്യ പകുതിയിൽ തോൽവി അറിയാതെ മുന്നേറിയ പഞ്ചാബ് കിങ്സ് തുടർച്ചയായ 4 തോൽവിയോടെ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.